Hi students, and in this class we study about the procedure for earthing designs. So I think you have got the some of the information regarding that. So procedure it is as follows: measure the soil resistivity at the site. First നമ്മൾ എന്ത് ചെയ്യണം, ഒരു particular site soil resistivity measure ചെയ്യണം. Second one, calculate the maximum fault current. Third one, calculate the permissible current density in the soil. Permissible current density എത്രയാണ് കണ്ടുപിടിക്കണം. The fourth one, total surface area of the electrode required for dissipating the fault current. Total surface area എത്ര വേണം അത് കണ്ടുപിടിക്കണം. Fifth one, calculate the size of earthing strips. Sixth one, calculate the resistance of the earthing system and ensure that it is low young to operate as earth electrode and protect the device. ഇനി നമ്മൾ ഡയറക്റ്റ് സ്റ്റെപ്പിൽ നിന്ന് പ്രോബ്ലം നിന്ന് ഡയറക്റ്റ് ഓരോ സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ് ഇത്. നിങ്ങളുടെ ഡിസൈൻ ഡാറ്റ ഹാൻഡ് ബുക്ക് ഇതിൻ്റെ എല്ലാ ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു പ്രോബ്ലം സമാധാനത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. First one, design data on earth electrodes. Resistance of the earth electrode can be calculated as follows. Resistance of any electrode buried in earth, it's in fact related to the capacitance of that electrode, and its image is in free space, so that we can tell that R is equal to 100 rho by 4 pi c, where R is the resistance in an infinite medium, rho is the resistivity of the medium soil, and C is the capacitance of the electrode and its image in free space. So that is R is equal to rho 100 rho by 4 pi c. So ഇങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ സർഫേസ് എർത്തിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. So in practical case, the capacitance is divided into 2 by the plane of Earth's surface. So that we can tell that R is equal to 100 rho 2 pi c. അതാണ് കപ്പാസിറ്റൻസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 റോ 2 pi c എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതിൽ നിങ്ങൾ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ടാവണം, റെസിസ്റ്റിവിറ്റി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവണം. സോ ഫോർ റോഡ് ഓർ പൈപ്പ് ഇലക്ട്രോഡ്, റോഡും പൈപ്പ് ഇലക്ട്രോഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു പർട്ടിക്കുലർ സോയിലിൻ്റെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റുക. സോ R is equal to 100 rho by 2 pi L into log E 2L by D ohms. So ഇതിൽ where L is the length of the rod or pipe. സോ അതായത് ഞാൻ പറഞ്ഞില്ലേ 4 മീറ്റർ 2.5 മീറ്റർ അണ്ടർ ദി ഗ്രൗണ്ട്. സോ അത് പിന്നെ D is the diameter of the rod or pipe. ഡയമീറ്റർ ഓഫ് 19 mm. സോ അതാണ് D. സോ L പറഞ്ഞാൽ 2 മീറ്റർ, D പറഞ്ഞാൽ 19 mm. അത്ര നിങ്ങൾക്ക് വേണ്ടു. പിന്നെ റോ ഇസ് ദ റെസിസ്റ്റിവിറ്റി, നിങ്ങൾ നേരത്തെ പറയാം റെസിസ്റ്റിവിറ്റി ഓഫ് ദി മീഡിയം ഓർ ദി സോയിൽ, അതിവിടെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, റോഡ് ഓർ പൈപ്പ് ഇലക്ട്രോഡിൽ കാണാൻ പറ്റും, എന്ത് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. പിന്നെ ഫോർ സ്ട്രിപ്പ് ഓർ റൗണ്ട് കണ്ടക്ടേഴ്സ്, ഒരു സ്ട്രിപ്പോ റൗണ്ട് കണ്ടക്ടേഴ്സോ ഒക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസിസ്റ്റൻസ് കാണാം നോക്കാം. ഫസ്റ്റ് നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ചാൽ മെഷർ ദി സോയിൽ റെസിസ്റ്റിവിറ്റി ഓഫ് ദി സാൾട്ട്. പിന്നെ അത് നിങ്ങൾക്ക് ഇതിൽ നമുക്ക് ആദ്യമൊക്കെ കാണുന്നത് വെച്ചാൽ റെസിസ്റ്റൻസ് ഓഫ് ദി എർത്ത് ഇലക്ട്രോഡ്. സോ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 100 റോ ബൈ 2 pi L log 4L by T. സോ ഫസ്റ്റ് ഇവിടെ നോക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ കാൽക്കുലേറ്റ് ആൻഡ് അസർട്ടൈൻ മാക്സിമം ഫാൾട്ട് കറണ്ട് ആണ് ഇനി വരുന്നത്. സോ ഈ ഈക്വേഷൻ നിങ്ങളൊന്നും ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങളുടെ ഡിസൈൻ ഡാറ്റ ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നിങ്ങൾ നോക്കുക, ഇത് നിങ്ങളുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ ഗിരിധരൻ്റെ ഡാറ്റ ഹാൻഡ് ബുക്കാണ്. ഡാറ്റ ഹാൻഡ് ബുക്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്. പേജ് നമ്പർ 32 തൊട്ട് സ്റ്റാർട്ടാവും. അപ്പം അത് നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നത് പെർമിസിബിൾ പ്ലേറ്റ് ഇലക്ട്രോഡിനെ നോക്കാം. റോ ബൈ പൈ ഇൻറ്റു റൂട്ട് ഓഫ് റോ ബൈ 4 ഇൻറ്റു റൂട്ട് ഓഫ് പൈ ബൈ എ. ഇത് പ്ലേറ്റ് എർത്തിങ്ങിലും റെസിസ്റ്റൻസ്, ഇത് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ പൈപ്പ് എർത്തിങ്ങിൽ നിങ്ങൾ R is equal to റോ ഇൻറ്റു 100 ഇൻറ്റു റോ ബൈ 2 pi L ലാൻ 2L by D എടുക്കുമ്പോൾ ഞാൻ തന്നിട്ടില്ല. അപ്പം അതേ ഇക്വേഷനാണ് ഇതിലൂടെ കാണുന്നത്.
പിന്നെ സ്ട്രിപ്പ് ഓർ കണ്ടക്ടർ ഇലക്ട്രോഡ് ആണെങ്കിൽ R = 100 ഇൻറ്റു ഇതിവിടെ ഇപ്പോൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വൃത്തിയിൽ കാണാൻ പറ്റും, മറ്റേത് അത്ര കാണാൻ പറ്റില്ല. നമുക്ക് ഇത് ഡിസൈൻ ഡാറ്റ ഹാൻഡ് ബുക്കിലുള്ള ഒരു ഇക്വേഷനാണ്. R = 100 റോ ബൈ 2πL ലാൻ 2L/T. പിന്നെ R = 100 റോ ബൈ 2πL ഇൻറ്റു ലാൻ 4L/T. സോ ഇങ്ങനെ സ്ട്രിപ്പ് ഇലക്ട്രോഡോ പ്ലേറ്റ് ഇലക്ട്രോഡോ പൈപ്പ് ഇലക്ട്രോഡോ ഇതിൻ്റെ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതിൽ എന്താണ് ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഇലക്ട്രോഡ്, ലെങ്ത് ഓഫ് ദി ഇലക്ട്രോഡ്, ഡയമീറ്റർ ഓഫ് ദി ഇലക്ട്രോഡ്, T width of the strip or twice the diameter of the circular conductor. ഇതൊക്കെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എർത്ത് ഇലക്ട്രോഡ് റെസിസ്റ്റൻസ് വാല്യൂസ് ഫോർ ഡിഫറെൻറ്റ് ഇലക്ട്രോഡ്സ്. ഓരോ ഇലക്ട്രോഡിൻ്റെ എർത്ത് ഇലക്ട്രോഡ് റെസിസ്റ്റൻസ് വാല്യൂ അത് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാനുള്ള ഇക്വേഷൻ ആയത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇവിടെ നോക്കാൻ മതി. ഡിസൈൻ ഡാറ്റ ഹാൻഡ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് ദി ഇലക്ട്രോഡ്. പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് ദി ഇലക്ട്രോഡ്. സോ ഇവിടെ തുടങ്ങും. പെർമിസ് 7.57 ഇൻറ്റു 10⁻³ ബൈ റൂട്ട് ഓഫ് റോ ഇൻറ്റു ടി. റോ പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി. സോ പെർമിസിബിൾ കറണ്ട് റോ പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയാണ്, ആ സോയിലിൻ്റെ റെസിസ്റ്റിവിറ്റി. ടി ഇഞ്ചിലെ ടൈം ഡ്യൂറേഷൻ അത് നോർമലി 3 seconds ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് കറണ്ട് ഡെൻസിറ്റി എത്രയാണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് വെച്ചാൽ ഏരിയ ഓഫ് ദി എർത്ത് പ്ലേറ്റ്സ് റിക്വയർഡ്. ഏരിയ ഓഫ് ദി എർത്ത് പ്ലേറ്റ് റിക്വയർഡ് വെച്ചാൽ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി കിട്ടി. കറണ്ട് ഡെൻസിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കറണ്ട് ഡെൻസിറ്റി അത് നോർമലി അത് ഒരു പർട്ടിക്കുലർ കറണ്ട് ഡെൻസിറ്റി നമ്മൾ അസ്യൂം ചെയ്യും. അത് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദി കറണ്ട് ഡെൻസിറ്റി കിട്ടും. സോ ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഇക്വേഷൻ ഓൾറെഡി ഈ ഡാറ്റ ഹാൻഡ് ബുക്കിലുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കിപ്പം പറഞ്ഞുതരാം. സോ നിങ്ങൾ നേരത്തെ ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കിയില്ലേ? ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ ഇക്വേഷൻ അല്ലേ കിട്ടിയത്? 100 റോ ബൈ 2πL ലോഗ് മീൻസ് ലാൻ തന്നെ 2L/D. പിന്നെ ആറും ഇതൊക്കെ എർത്ത് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻസ് ആണ്. അതൊന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡാറ്റ ഹാൻഡ് ബുക്കിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇതും നോക്കുക, പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ ഇക്വേഷൻ റോ ബൈ 4 ഇൻറ്റു √π/A. ഇതും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾ വരുന്നത് പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഇൻ ദി സോയിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എവിടെയുണ്ട്? നിങ്ങളുടെ ഡാറ്റ ഹാൻഡ് ബുക്കിലുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇക്വേഷൻ നിങ്ങളുടെ ഡാറ്റ ഹാൻഡ് ബുക്കിലുണ്ട്. ഒന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സോ R = resistivity of the soil in ohm meter. T is the duration of the faults in seconds. So T നിങ്ങൾ 3 seconds ആണ് സ്മോൾ ഇൻസ്റ്റാളേഷൻസ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞാൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദി എർത്തിങ് സ്ട്രിപ്പ്. അപ്പം ഇത് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഓരോ എർത്തിങ് സ്ട്രിപ്സിൻ്റെയും കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയാണ്. ദിസ് വിൽ വേരി. ദാറ്റ് ഈസ് കോപ്പർ സ്ട്രിപ്പിലാണെങ്കിൽ 118 Ampere/mm² ആണ്. പിന്നെ GS സ്ട്രിപ്പിലാണെങ്കിൽ 46 Ampere/mm² ആണ്. ഇത് നിങ്ങൾ ബൈഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല, ഇതും ഡാറ്റ ഹാൻഡ് ബുക്കിലുണ്ട്. അത് ഞാൻ പ്രോബ്ലത്തിൽ ഇതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. പിന്നെ സർഫേസ് ഏരിയ നീഡഡ് IF/delta. അത് ഫാൾട്ട് കറണ്ട് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫാൾട്ട് കറണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫാൾട്ട് കറണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ the usual practice is to limit the earth resistance to 1 ohm on the ST installations. In domestic and medium installations it may go up to 5 ohm. So ഒരു ST installationsൽ ഇതിൻ്റെ എർത്ത് റെസിസ്റ്റൻസ് എത്ര ലിമിറ്റ് ചെയ്യണം? 1 ohm ലിമിറ്റ് ചെയ്യണം. ഡൊമസ്റ്റിക്കിൽ അത് 5 ohm വരെ പോവാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴേ എന്താ പറയുക ഒരു പർട്ടിക്കുലർ ഒരു ഡിസൈനൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ say we take one problem. The fault current anticipated in a location is 8000 ampere. നമുക്ക് ഇവിടെ fault current ഓൾറെഡി തന്നിട്ടുണ്ട്. I mean rho is equal to 10 ohm meter. Rho പറഞ്ഞാലും തന്നിട്ടുണ്ട്, ഇത് 10 ohm meter. Earth resistance is limited to 1 ohm. Earth resistance 1 ohmൽ ലിമിറ്റ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചാലഞ്ച്. And design an earthing system. Fault duration can be taken as T 3 seconds. അപ്പോൾ T തന്നിട്ടുണ്ട് 3 seconds. ഓക്കെ അല്ലേ? റോ കിട്ടി, IF കിട്ടി, പിന്നെ T കിട്ടി, പോരെ? പിന്നെന്ത് വേണം? പ്ലേറ്റ് ഇലക്ട്രോഡ് ഓഫ് 1.2 meter into 1.2 meter into
12.5 meter shall be used. So plate electrode സൈസും ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി നമുക്ക് എന്താ പറയുക, റോ തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്. ആ റോയും ടിയും ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾ കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. കറണ്ട് ഡെൻസിറ്റി എത്ര, 1382.086 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. ഇനി സർഫേസ് ഏരിയ നീഡഡ്, സർഫേസ് ഏരിയ നീഡഡ് പറഞ്ഞെന്താ, ഈ ഫാൾട്ട് കറണ്ട് എത്ര, നിങ്ങൾ ഫാൾട്ട് കറണ്ട് എത്ര, 8000 ആംപിയർ ആണ്. ഫാൾട്ട് കറണ്ട് ബൈ കറണ്ട് ഡെൻസിറ്റി, ഫാൾട്ട് കറണ്ട് ബൈ കറണ്ട് ഡെൻസിറ്റി. സോ അതാണ് IB ഡാഷ് ബൈ ID പറഞ്ഞത്, ഫാൾട്ട് കറണ്ട് ബൈ കറണ്ട് ഡെൻസിറ്റി ചെയ്താൽ മതി. പിന്നെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർഫേസ് ഏരിയ നീഡഡ് കറണ്ട് കിട്ടും. അപ്പോൾ ആ സർഫേസ് ഏരിയ നീഡഡ്, ദാറ്റ് ഈസ് ഫാൾട്ട് കറണ്ട് ബൈ കറണ്ട് ഡെൻസിറ്റി അപ്പോൾ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് 5.788 മില്ലിമീറ്റർ സ്ക്വയറിന് കിട്ടും. ഓക്കെ, അതായത് അതാണ് ഞാൻ പറഞ്ഞത്, കറണ്ട് ഡെൻസിറ്റി ടു കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ ഏരിയ, സർഫേസ് ഏരിയ എത്ര വേണം, അത് നമുക്ക് എത്ര കിട്ടും, ഇത് ഇങ്ങനെ കിട്ടില്ല, 5.78 മില്ലിമീറ്റർ സ്ക്വയറിന് കിട്ടും, ചിലപ്പോൾ മില്ലിമീറ്റർ സ്ക്വയറിന് കിട്ടും. സോ ഇവിടെ കൂടുതൽ ഫാൾട്ട് കറണ്ട് ആയതുകൊണ്ട് ഇത് മീറ്റർ സ്ക്വയർ ആയിട്ട് പറയുന്നു. പറഞ്ഞത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? ഓക്കെ ഫൈൻ. ദെൻ ഏരിയ ഓഫ് 1 പ്ലേറ്റ് ഇലക്ട്രോഡ്. അപ്പോൾ ഒരു പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ ഏരിയ എത്ര? സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ 1.2 മീറ്റർ 1.2 മീറ്റർ ഇൻറ്റു 12.5 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്ര, 1.2 മീറ്റർ ഇൻറ്റു 1.2 മീറ്റർ ഇൻറ്റു 2. അപ്പോൾ ഫോർ ബോത്ത് സൈഡ്സ്, അപ്പോൾ 2.88 മീറ്റർ അല്ലേ. 1.2 ഇൻറ്റു 1.2 എത്ര വരും, അപ്പോൾ 2.4 ഇൻറ്റു 1.2, 2.4 ഇൻറ്റു 1.2. അപ്പോൾ സോ ഇത് നമുക്ക് 1.2 ഇൻറ്റു 1.2 എത്ര, 1.44 കിട്ടും. 1.44 ഇൻറ്റു 2 പറയുമ്പോൾ എത്ര, 2.88 കിട്ടി. അപ്പോൾ ഇത് നോക്കൂ, ഇത് 12.5 മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 12.5 മില്ലിമീറ്ററിന് നമ്മൾ എത്ര സെലക്ട് ചെയ്തു, 12.5 മില്ലിമീറ്ററിന് ഒരു സൈഡിലേക്കാണ്. അപ്പോൾ ഒരു സൈഡ് 12.5, മറ്റൊരു സൈഡ് 12.5, മറ്റൊരു സൈഡ് 12.5, മറ്റൊരു സൈഡ് 12.5. അപ്പോൾ എല്ലാ സൈഡ് ആകുമ്പോൾ 12.5 പ്ലസ് 12.5 25, 25 പ്ലസ് 25 അത് എത്ര, 50, 1 മീറ്ററായി. അപ്പോൾ 2 സൈഡ് ആകുമ്പോൾ അത് 2 ആവും, 2 മീറ്റർ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് ഞങ്ങൾക്ക് 2 മീറ്റർ എന്ന് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇപ്പോൾ പറഞ്ഞ നെക്സ്റ്റ് നിങ്ങൾ നോക്കൂടാ. നെക്സ്റ്റ് വൺ, സോ ഏരിയ ഓഫ് 1 പ്ലേറ്റ് ഇലക്ട്രോഡ് ഇസ് ഈക്വൽ ടു 2.88 മില്ലിമീറ്റർ സ്ക്വയർ. നമ്പർ ഓഫ് പ്ലേറ്റ് നീഡഡ് പറയുമ്പോൾ ഒരു ഏരിയ പ്ലേറ്റ് നീഡഡ്, ഒരു പ്ലേറ്റിൻ്റെ ഏരിയ എത്ര, 2.88 എന്ന് കിട്ടി. അപ്പോൾ അതിന് എത്ര പ്ലേറ്റ് വേണമെന്ന് വെച്ചാൽ ഏരിയ എത്രയുണ്ടോ ബൈ 2.88 to 5.788 by 2.88. അപ്പം എത്ര 2.009 പറയും. അപ്പോൾ 2 എത്ര, ഒരു 0.00 വന്നു കഴിഞ്ഞാലും അടുത്ത ഇലക്ട്രോഡ് എടുക്കണം. അടുത്ത 2.009 ആണെങ്കിലും 3 എടുക്കണം. സോ ഇവിടെ 3 പ്ലേറ്റ്സ് എന്ന് വന്നു. സോ ഇങ്ങനെ 3 കിട്ടി. റെസിസ്റ്റൻസ് ഓഫ് 1 ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോഡിൻ്റെ റെസിസ്റ്റൻസ് എന്താ, ഇനിയാണ് നിങ്ങൾ എർത്ത് റെസിസ്റ്റൻസ് കാണാൻ പോകുന്നത്. റെസിസ്റ്റൻസ് ഓഫ് 1 ഇലക്ട്രോഡ് ഇത് റോ ബൈ 4 ഇൻറ്റു √π/a. സോ ഫോർ പ്ലേറ്റ് ഇലക്ട്രോഡ്, സോ ഇവിടെ പ്ലേറ്റ് ഇലക്ട്രോഡ് അല്ലേ, പ്ലേറ്റ് ഇലക്ട്രോഡ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോ പറഞ്ഞ എത്ര, 10, 4 ഇൻറ്റു √π/a. ഏരിയ ഓഫ് 1 ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോഡിൻ്റെ ഏരിയ അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്ര കിട്ടും, 2.611 ഓം എന്ന് കിട്ടും. റെസിസ്റ്റൻസ് ഓഫ് 3 ഇലക്ട്രോഡ്സ്, 3 ഇലക്ട്രോഡിൻ്റെ റെസിസ്റ്റൻസ് പറയുമ്പോൾ എന്താ, റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടില്ല, റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ടല്ലോ കണക്ട് ചെയ്യുക. ഇത് ഒരു പ്ലേറ്റ് നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക അല്ലേ. ഇത് ഇലക്ട്രോഡ് പ്ലേറ്റ് എങ്ങനെ കണക്ട് ചെയ്യാൻ, ഞങ്ങൾക്ക് പാരലൽ. സോ ഇവിടെ നോക്കുക, ഇത് ഒരു R1, ഇത് R2, R3, ഒരു പ്ലേറ്റ് ഇലക്ട്രോഡ് ഇവിടെ, ഒരു പ്ലേറ്റ് ഇലക്ട്രോഡ് ഇവിടെ, ഒരു പ്ലേറ്റ് ഇലക്ട്രോഡ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, മൊത്തം 3 കിട്ടും അല്ലേ, ബൈ 3 എടുക്കേണ്ടി വരും. സോ അങ്ങനെയാണ് ഇവിടെ ബൈ 3 എടുത്തത്. സോ ഇത് 0.870. സോ 0.870 is less than 1. So 3 plates are young. Otherwise increase of 1 plate, increase of 1 more plate.
സോ ഒരു പ്ലേറ്റും കൂടി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ സോ വേണമെങ്കിൽ ഇൻ കേസ് 0.8074 ഇത് മതിയായിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റ് ഇലക്ട്രോഡും കൂടെ ഇൻക്രീസ് ചെയ്യാം. അതായത് 4 പ്ലേറ്റ് ഇലക്ട്രോഡ് ഇവിടെ ഉപയോഗിക്കാം. ഇത് ധാരാളം 1 ഓമിനെക്കാട്ടും ലിമിറ്റ് ആണെന്ന് പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതർവൈസ് increase the 1 per plate. So ഇനി നമ്മൾക്ക് വേണ്ടത് സൈസ് ഓഫ് ദി കോപ്പർ സ്ട്രിപ്പ് നീഡഡ്. സൈസ് ഓഫ് ദി കോപ്പർ സ്ട്രിപ്പ് പറയുമ്പോൾ എന്താ, സ്റ്റാൻഡേർഡ് കറണ്ട് ഡെൻസിറ്റി ഓഫ് ദി കോപ്പർ സ്ട്രിപ്പ്. സോ സ്റ്റാൻഡേർഡ് കറണ്ട് ഡെൻസിറ്റി ഓഫ് ദി കോപ്പർ സ്ട്രിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കറണ്ട് ഡെൻസിറ്റി കോപ്പർ സ്ട്രിപ്പിൻ്റെ കറണ്ട് ഡെൻസിറ്റി 118 Ampere/mm² ആണ്. സോ ഇനി നമ്മൾ സൈസ് ഓഫ് ദി കോപ്പർ സ്ട്രിപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഫാൾട്ട് കറണ്ട് ബൈ 118 നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 67.79 mm² കിട്ടും. അത് 68 mm². സോ 68 mm²നെ 25 × 3 mm കോപ്പർ സ്ട്രിപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു ഡിസൈന്, എർത്തിൻ്റെ ഡിസൈന് കണ്ടുപിടിക്കാൻ. അപ്പോൾ കോപ്പർ സ്ട്രിപ്പിൻ്റെ സൈസ് കിട്ടി. സോയിൽ റെസിസ്റ്റൻസ് എത്ര ഉണ്ടാവും, 1 ഓമിനെക്കാട്ടും കുറവുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതിന് വേണ്ടുന്ന എത്ര പ്ലേറ്റ് ഇലക്ട്രോഡ് വേണം എന്നുള്ള ഒരു നിങ്ങൾക്ക് ഐഡിയ നിങ്ങൾക്ക് കിട്ടി. പിന്നെ ഇതിലാകെ തന്നിരിക്കുന്ന എന്താണെന്ന് ഫാൾട്ട് കറണ്ടും റെസിസ്റ്റിവിറ്റിയും പിന്നെ സെക്കൻഡ്സും പിന്നെ പ്ലേറ്റ് ഇലക്ട്രോഡ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ സൈസും ഇത്രേ തന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഡാറ്റ ഹാൻഡ് ബുക്കിലുണ്ട്, നോക്കുക. ഡാറ്റ ഹാൻഡ് ബുക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് ദി ഇലക്ട്രോഡ് 7.57 × 10⁻³ റോ × T. റോ നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യൻ്റെ 10 ഓം തന്നിട്ടുണ്ട്. 3 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന കറണ്ട് ഡെൻസിറ്റി കിട്ടി. ഇനി IA' പറഞ്ഞാൽ ഇത് ഫാൾട്ട് കറണ്ടാണ്. ഫാൾട്ട് കറണ്ടും കറണ്ട് ഡെൻസിറ്റി നിങ്ങൾക്ക് ഓൾറെഡി തന്നു. അപ്പം അവിടെ 8000/സംതിങ് കിട്ടില്ല, അതാണിത്. ഇനി സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് പ്ലേറ്റ് ഇലക്ട്രോഡ്. സോ ഇത് ഇവിടെ നോക്കാം. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് പ്ലേറ്റ് ഇലക്ട്രോഡ് 1.2 × 1.2 × 0.012 mm. അതായത് 12 സെൻറ്റിമീറ്റർ എന്ന് പറയല്ലേ, 12.5. സോ അത് നിങ്ങൾ സ്റ്റാൻഡേർഡ് സൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഇലക്ട്രോഡ് 2 × 1.2 × 1.2 m². സോ 2 പറഞ്ഞാൽ 2 സൈഡും ടോപ്പും പിന്നെ ബോട്ടം രണ്ടും കൂടെ കണക്കൂട്ടണം. 1.4 × 1.4 അപ്പോൾ 1.44 × 1.44 അപ്പോൾ 2.88. ഈ 0.012 mm ഞാൻ നെഗ്ലക്റ്റ് ചെയ്തേ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. സോ 2 × 1.2 × 1.2 m². സോ 2.88 m² കിട്ടും. സോ ഇനി ഹെൻസ് ഈ നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് റിക്വയർഡ്. സോ നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് റിക്വയർഡ് പറയുമ്പോൾ എന്താ, നിങ്ങൾക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് ഏരിയ ഓഫ് ദി എർത്ത് പ്ലേറ്റ് ഇല്ലേ, ഏരിയ ഓഫ് ദി എർത്ത് പ്ലേറ്റ് റിക്വയർഡ് അല്ലേ, ഈ ഏരിയ ഓഫ് ദി എർത്ത് പ്ലേറ്റ് ഇതാണ് നിങ്ങളുടെ AE. ഇതാണ് AE, ഏരിയ ഓഫ് ദി എർത്ത് പ്ലേറ്റ്. ഈ എർത്ത് പ്ലേറ്റാണ് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത്. പിന്നെ ആ ഏരിയ ഓഫ് ദി എർത്ത് പ്ലേറ്റ് ആണ് AE, അതാണ് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത്. അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത ശേഷം ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്കാം. ആ ഏരിയ ഓഫ് ദി എർത്ത് പ്ലേറ്റ് ഇലക്ട്രോഡ് AEനെ 2.88 m² ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 2.88 m² ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ 2.009 കിട്ടിയില്ലേ, അതേപോലെ കിട്ടും. സോ അതേപോലെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഏരിയ അതായത് പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ ഏരിയ അതാണ് 2.88. AE പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക്, AE എവിടെ നിന്ന് കിട്ടും, AE എവിടെ നിന്ന് കിട്ടും, അതന്നെ ഈ AE കിട്ടുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്, ഈ ഏരിയ ഓഫ് ദി എർത്ത് പ്ലേറ്റ്. അതായത് ഇതെന്താ IA' പറഞ്ഞാൽ എന്താണ്, IA'. സോ നിങ്ങൾ ഈ ഒരു IA' പറഞ്ഞാൽ എന്താണ്, സോ ഈ IA' ആണ് ഫാൾട്ട് കറണ്ട്. നിങ്ങളുടെ ഈ IA' ആണ് ഫാൾട്ട് കറണ്ട്. സോ ഇതാണ് നിങ്ങളുടെ ഫാൾട്ട് കറണ്ട്. സോ ഇതാണ് നിങ്ങൾ 8000 പറഞ്ഞിട്ടില്ലേ, 8000 ആംപിയർ പറഞ്ഞിട്ടില്ല. സോ അതാണിത്. ഇതാണ് ഫാൾട്ട് കറണ്ട്. ഫാൾട്ട് കറണ്ടാണ് ഇത്. അപ്പോൾ ഇത് കറണ്ട് ഡെൻസിറ്റി. സോ ഈ കറണ്ട് ഡെൻസിറ്റി എന്താ, പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റിയാണ്. സോ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി എവിടെ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക്, പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി നിങ്ങൾക്ക് പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്. സോ പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഇതാ ഇവിടെ കിട്ടിയില്ലേ, 7.57 × 10⁻³ റോ × T. റോ പറഞ്ഞാൽ എത്ര, 10 Ω. T പറഞ്ഞാൽ 3 സെക്കൻഡ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ.
ശരി. സോ ഇനി നിങ്ങൾ ഡിറ്റർമിനേഷൻ ഓഫ് എർത്തിങ് കണ്ടക്ടർ സൈസ്, പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് ദി കോപ്പർ 118 ആംപിയർ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടി. ഇനി ഇത് IA ഡബിൾ ഡാഷ് നോക്കി, ഈ IA ഡബിൾ ഡാഷ് എവിടെയും കണ്ടിരുന്ന അതാ ഫാൾട്ട് കറണ്ട് തന്നെ. ഫാൾട്ട് കറണ്ട് ബൈ 118 ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് എർത്ത് ഇലക്ട്രോഡ് ഓൺ HT സൈഡ് കിട്ടും. ഇനി ഏരിയ ഓഫ് എർത്ത് ഇലക്ട്രോഡ് ഓൺ MB സൈഡ് എന്ന് വെച്ചാൽ ഫാൾട്ട് കറണ്ട് ഓൺ ഇത് ഫാൾട്ട് കറണ്ട് IA ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ ഫാൾട്ട് കറണ്ട് ഓൺ HT സൈഡാണ്. IB ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ ഫാൾട്ട് കറണ്ട് ഓൺ LV സൈഡ്. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടില്ല, തന്നില്ലെങ്കിൽ ഫാൾട്ട് കറണ്ട് ഓൺ MB സൈഡ് ചെയ്യുക, അത് ഇത് ഇവിടെ കിട്ടും. സോ അങ്ങനെ എർത്ത് ഇലക്ട്രോഡ് എത്ര വേണം, ഇത് ഏരിയ ഓഫ് ദി എർത്ത് ഇലക്ട്രോഡ് സ്ട്രിപ്സ്, കോപ്പർ സ്ട്രിപ്പ് ഇല്ലേ, കോപ്പർ സ്ട്രിപ്പ്, ഏരിയ ഓഫ് ദി കോപ്പർ സ്ട്രിപ്പ് എത്ര വേണം, ഇതാണ് ഇതിൽ നിന്ന് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് ഈ പ്രോബ്ലംസൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യിക്കാം. ഇത് തൽക്കാലത്തേക്ക് ഈ പ്രോബ്ലം എന്തോന്നാലും എക്സാം ഉണ്ടാവും, അതായത് നിങ്ങൾ സീരീസ് എക്സാം ഉണ്ടാവും, പഠിക്കുക, പഠിച്ചിട്ട് നിങ്ങൾ എഴുതാം കേട്ടോ. ഗുഡ് ബൈ.